ഹലോ കൂട്ടുകാരെ, ഞാൻ ആകർഷ. നമ്മുടെ ലേൺ ടു ഫ്ലൈ എന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കേണ്ടായി, എടാ, നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് നിലനിൽക്കുക? എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ അതിന് സാധിക്കുന്നത്? എനിക്കങ്ങനെ നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു പക്ഷേ അവൾ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവൾക്ക് മാറാൻ സാധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്കത് ഇതിൽ കൂടുതൽ നല്ലൊരു വ്യക്തിയായിട്ട്, സ്ട്രോങ് പേഴ്സണായിട്ട്, സ്ട്രോങ് വുമണായിട്ട് ജീവിക്കണം എന്നൊക്കെയുള്ള അവളുടെ ആഗ്രഹമായിരിക്കും ഒരു പക്ഷേ എന്നോട് ആ ചോദ്യം അവൾ ചോദിക്കാൻ കാരണമെന്ന് എനിക്ക് തോന്നി. ഞാൻ അവളോട് ആദ്യം പറഞ്ഞു കൊടുത്ത പോയിന്റ്, ഒന്നിനെയും ഭയപ്പെടാതിരിക്കുക. ഒന്നിനെയും ഭയപ്പെടാതിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മളായിട്ട് നമുക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ഭയത്തെ, അതൊരു വ്യക്തിയെ ആവാം, ഒരു വസ്തുവിനോടാവാം, എന്തെങ്കിലും സംഭവത്തോടാകാം, നമ്മൾ ഭയപ്പെട്ടിരുന്നാൽ നമ്മളൊരിക്കലും അതിൻ്റെ മറുവശത്തേക്ക്, അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കില്ല. കാരണം നമുക്കത് കടന്നു പോകാൻ എപ്പോഴും പേടിയായിരിക്കും. ഭയത്തെ നമ്മളൊരു വെള്ളിത്തിരയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയോട് ഒന്ന് ഉപമിച്ച് നോക്കുക. ആ ഒരു മൂവി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയാനൊരു ക്യൂരിയോസിറ്റിയുടെ ആയിരിക്കും നമ്മൾ ആ മൂവി കണ്ടുകൊണ്ടിരിക്കുക, അല്ലേ? അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ ഈ ഭയം ഇല്ലെങ്കിൽ, ഈ ഭയത്തിൻ്റെ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട്, ഈ ഭയം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ആകുമായിരുന്നു എന്നൊരു ക്യൂരിയോസിറ്റിയോടെ, ഇതേ ക്യൂരിയോസിറ്റിയോടെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ചിലപ്പോൾ നമുക്കിതിനെ മറികടക്കാൻ സാധിക്കും. കാരണം ഇതില്ലെങ്കിൽ ഞാൻ എന്തായിരിക്കും എന്ന് സങ്കല്പിക്കണം, എന്ന് ചിന്തിക്കണം. അതറിയാനൊരു ക്യൂരിയോസിറ്റി നമ്മളിലുണ്ടാവണം. രണ്ടാമതായിട്ട്, നമ്മളൊരിക്കലും പാസ്റ്റിൽ ജീവിക്കരുത്. പാസ്റ്റിൽ ജീവിക്കുന്നത് കൊണ്ടാണ് പലർക്കും പ്രസൻറ്റിൽ ജീവിക്കാൻ കഴിയാതെ വരുന്നതും എങ്ങനെ ജീവിക്കണമെന്ന് അറിയാതെ പോകുന്നതും. നമ്മുടെയൊക്കെ ഷോർട്ട് ലൈഫാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എത്ര നാൾ ജീവിച്ചിരിക്കും, എത്ര ദിവസം ജീവിച്ചിരിക്കും എന്ന് പോലും നമുക്കറിയില്ല. അപ്പം നമുക്ക് കിട്ടുന്ന ഈ ഷോർട്ട് ലൈഫ് നമ്മൾ എൻജോയ് ചെയ്ത് ഈ നിമിഷത്തിൽ ജീവിച്ചുകൊണ്ട് കടന്നു പോകാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ പാസ്റ്റിലെ പല കാര്യങ്ങളും വിട്ടുകളയണം. പാസ്റ്റിൽ സംഭവിച്ച നെഗറ്റീവ് കാര്യങ്ങളോർത്ത് ഇന്നും കരുതിക്കൊണ്ടിരിക്കുന്നവരെ നമുക്കറിയാം. പക്ഷെ അവരൊന്നും പാസ്റ്റിൽ സംഭവിച്ച പോസിറ്റീവ് കാര്യങ്ങളോർത്ത് വീണ്ടും വീണ്ടും സന്തോഷിക്കുന്നത് കാണുന്നില്ല. വീണ്ടും വീണ്ടും കരയുന്ന കാര്യങ്ങൾ മാത്രമേ എടുത്ത് അതിനെ സൂക്ഷിച്ച് വെച്ച്, നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രസൻറ്റിൽ ജീവിക്കാൻ മറന്നു പോകുന്നുള്ളൂ. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് നമ്മളെ വിലയിരുത്താൻ വിട്ടുകൊടുക്കാറാണ് പതിവല്ലേ? പക്ഷേ ഇനി മുതൽ നിങ്ങൾ നിങ്ങളെ വിലയിരുത്തി തുടങ്ങുക. മറ്റുള്ളവർക്ക് വിലയിരുത്താൻ വിട്ടുകൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെ ഒന്ന് വിലയിരുത്തി തുടങ്ങുക. ഞാൻ ഇങ്ങനെ ആയാൽ മതിയോ? എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ആയാൽ മതിയോ? ഞാൻ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത് ശരിയാണോ? നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു തുടങ്ങുക. നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുക. എന്ത് കാര്യത്തിലായാലും നമ്മുടെ ആ വിലയിരുത്തൽ നമുക്ക് എപ്പോഴും ഗുണം ചെയ്യും. പിന്നെ നമ്മളോട് നമ്മൾ അധികം സഹതാപം കാണിക്കാതിരിക്കുക. നമ്മൾ മറ്റുള്ളവരോട് സഹതപിക്കുമ്പോൾ, നമുക്കൊരു വയ്യാണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ പോയിട്ട് സഹതാപത്തോടെ സംസാരിക്കുന്നതും അവരോട് ഭയങ്കര പ്ലസൻ്റായിട്ട് സംസാരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? സഹതാപത്തോടെ സംസാരിക്കുമ്പോൾ അവർ വീണ്ടും ആ ഒരു അവരുടെ രോഗത്തിന് അടിമയായിക്കൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും. അതേസമയം നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ അവരോട് സംസാരിക്കുന്നെങ്കിൽ അവരൊരു നിമിഷം, നമ്മൾ സംസാരിക്കുന്ന ഒരു നിമിഷം അവരാ രോഗം മറന്നു പോകും. ഇതേപോലെ തന്നെയാണ് നമ്മളോട് സഹതാപം കാണിക്കുന്നതും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റ് നിങ്ങളോട് മുൻപ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബാഡ് ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇതൊക്കെ ഓർത്ത് നമ്മളോട് സഹതപിക്കുക. ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ വിധി എന്താ ഇങ്ങനെയൊക്കെ ഓർത്ത് നമ്മളോട് സഹതപിക്കുമ്പോൾ നമ്മുടെ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജിയായി മാറിക്കൊണ്ടിരിക്കുക. സ്ട്രോങ് പേഴ്സണായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു കാരണം, മറ്റുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കുക. നമ്മൾ മറ്റുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലുണ്ടാകുന്ന ഫീലിങ്സ് എന്താ? നമ്മൾ കൊള്ളാം എന്നൊരു കോൺഫിഡൻസ് നമുക്ക് വരാറില്ലേ? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളവർക്കറിയാം. അങ്ങനെ ഒരു കോൺഫിഡൻസ് നമ്മളിൽ സമ്മാനിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കുക. നമ്മുടെ ജീവിതത്തിന് ആത്യന്തികമായ ഒരു ലക്ഷ്യം വേണം. എവിടെ എത്തണം, എന്താവണമെന്ന് നമുക്ക് നമ്മളെക്കുറിച്ച് ഉത്തമ ബോധം വേണം. ഒരു ലക്ഷ്യം വേണം നമ്മൾക്ക്. ആ ലക്ഷ്യത്തിലേക്ക് എടുക്കാനുള്ള വഴികൾ ബാക്കിയെല്ലാം നമ്മൾ വിട്ടുകളയും. അതുപോലെ തന്നെ നിങ്ങളായിരിക്കാൻ ശ്രമിക്കുക. ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മാറ്റരുത്. നിങ്ങളായിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളായി ജീവിക്കാൻ ശ്രമിക്കുക.